സോ ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു പുതിയൊരു ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മളൊരു മന്തി കഴിക്കാൻ വേണ്ടി ഷോപ്പിൽ പോയത്. സോ അവിടെ വെച്ച് നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. സംഭവം ചെറിയൊരു ഇൻസിഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി വലിയൊരു ഇൻസിഡൻ്റ് ആയിട്ട് അത് മാറി. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു പെരി പെരി മന്തിയും ഒരു ഹണി മന്തിയും പിന്നൊരു 1.25 ലിറ്ററിൻ്റെ ഡ്യൂ ആയിരുന്നു. സോ ആക്ച്വലി ഇതിന് എമൗണ്ട് വരിക മന്തിക്ക് പെരിപ്പെരിക്ക് 219, പിന്നെ 220, രണ്ടിന് 240, 440. പിന്നെ ഡ്യൂവിന് ആക്ച്വൽ റേറ്റ് വരേണ്ടത് 68 റുപ്പീസാണ്. അവരെൻ്റെ അടുത്ത് നിന്ന് 70 രൂപ ചാർജ് ചെയ്തു. ഇത് കഴിഞ്ഞ് ഇത് കൂടാതെ ഇത് എല്ലാത്തിനും കൂടി ടോട്ടൽ 5% GST ആഡ് ചെയ്യുന്നുണ്ട്. സോ 70 രൂപയും എക്സ്ട്രാ 5 റുപ്പീസും എൻ്റെ അടുത്ത് നിന്ന് ചാർജ് ചെയ്തു. സോ ടോട്ടൽ പറയുകയാണെങ്കിൽ 3 രൂപ 50 പൈസ. സോ എക്സാക്ട്ലി 5 രൂപ 50 പൈസ എൻ്റെ അടുത്ത് നിന്ന് എക്സ്ട്രാ ചാർജ് ചെയ്തു. സോ ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് വേണേൽ സ്വന്തമായിട്ട് തന്നെ അയക്കാം, അല്ലെങ്കിൽ ഒരു വക്കീലിനെ കൺസൾട്ട് ചെയ്യാം. ഒരു വക്കീൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു നോർമൽ വക്കീലായ നമുക്ക് ജസ്റ്റ് ഒരു ലീഗൽ നോട്ടീസ് എവിടെ നിന്നാണ് നമുക്ക് സംഭവിച്ചത്, ജസ്റ്റ് ഒരു വക്കീൽ നോട്ടീസ് അയക്കാം. ആ വക്കീൽ നോട്ടീസിൽ എന്താ ഉൾപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടായിരിക്കണം. നിങ്ങളിങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഒരു വീഡിയോ എവിഡൻസ് ആയിട്ട് എടുക്കുക. പിന്നെ ഫോട്ടോസ്, ആ ബില്ലിൻ്റെ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളെ എന്താ പറയുക അധികമായിട്ട് ചാർജ് ചെയ്ത് നിങ്ങൾ എവിടെയാണോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സാധനം നിങ്ങൾ അതിലെടുക്കുക. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുക. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഓവർ ചാർജ് ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരിക്കണം. അത് മസ്റ്റായിട്ട് ഉണ്ടാവണം. കാരണം ഇവിടെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ കിട്ടുകയല്ല. നമ്മുടെ അടുത്ത് നിന്ന് ഓവർ ചാർജ് ചെയ്ത് 1 രൂപയാണെങ്കിലും അത് 1 രൂപ ഓവർ ചാർജിങ് ആണ്. സോ അതെന്തിനാണെന്ന് ആദ്യം ചോദിക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്യൂസ് സോൾവ് ആയിട്ടില്ലെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കീലിനെ കാണുക. വക്കീലിനെ കണ്ടിട്ട് ജസ്റ്റ് വക്കീലിനെ കാണാൻ ഇപ്പോൾ പൈസ ഇല്ലാന്ന് കുടിക്കും. ഒരു 500 രൂപ വരുള്ളൂ, അല്ലെങ്കിൽ ഒരു 350 രൂപ ഉള്ളൂ. ഈ വരുന്ന എമൗണ്ട് നിങ്ങൾക്ക് എന്തായാലും തിരിച്ചു കിട്ടും, കൺഫേം ആയിട്ട് തിരിച്ചു കിട്ടും. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടാതെ ഈ എമൗണ്ട് അല്ല നമ്മുടെ മുഖ്യം. ആ സ്ഥാപനം നമ്മുടെ അടുത്ത് ചെയ്ത അവർ ഇല്ലീഗലായിട്ടുള്ളൊരു ആക്ടിവിറ്റി, അതായത് ഓവർ ചാർജിങ് എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനനുസരിച്ച് എതിരെ നമുക്ക് കൺസ്യൂമർ ഫയൽ കംപ്ലൈൻറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു ലീഗൽ നോട്ടീസ് കാണിച്ചു തരാം. ഇതാ ഞാൻ അയച്ചൊരു ലീഗൽ നോട്ടീസാണിത്. ഒരു ലീഗൽ നോട്ടീസിൻ്റെ ഒരു സംഭവമാണ്. ഒരു 2 പേജുണ്ട്. സോ അതിൽ മെൻഷൻ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെയൊന്നും നിങ്ങൾ അയക്കണമെന്നില്ല. ജസ്റ്റ് ഒരു വക്കീലിനെ കണ്ടു കഴിഞ്ഞാൽ വക്കീൽ കാര്യങ്ങൾ പറഞ്ഞു തരും. അതൊന്ന് വക്കീലിൻ്റെ ജസ്റ്റ് ഒരു 500 രൂപയാണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അയച്ചാലും മതി നോട്ടീസ്, ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു 7 ദിവസം അതിൽ മെൻഷൻ ചെയ്യണം. 7 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് ഇതിനൊരു റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഞാൻ ലീഗലായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. 7 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഡേയ്സ് വെയിറ്റ് ചെയ്യുക. 7 ഡേയ്സ് എത്തിയിട്ടും എതിർ കക്ഷിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ നിങ്ങളുടെ കൺസ്യൂമർ കോർട്ട്, നേരെ അടുത്തുള്ള കൺസ്യൂമർ കോർട്ട്, ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഇവിടെ വയനാട്ടിലെ സിവിൽ സ്റ്റേഷനിലുള്ള കൺസ്യൂമർ കോടതിയാണ്. അവിടെ പോകാം. അവിടെ പോയിട്ട് ഓഫീസിൽ പോയിട്ട് കാര്യങ്ങൾ പറയാം, ഇന്ന പോലെയാണ് സംഭവം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന ഡെസ്കിലിരിക്കുന്ന ആൾ പറയും ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്നതൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഇതാകും, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്യാം, കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുതരും. അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. നല്ല അടിപൊളി ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. സോ നമുക്ക് ഒരു വിധത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസില്ല. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എന്തൊക്കെ കാര്യങ്ങളെല്ലാം അവർ പറയും, എന്തൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്യണം, എന്തൊക്കെ വേണം എല്ലാം കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുക, സംസാരിക്കുക. അപ്പോൾ അവർ പറഞ്ഞുതരും ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ്, ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇങ്ങനെയാണ് എഴുതി കാര്യങ്ങൾ ചേർക്കുക, എല്ലാം കാര്യങ്ങൾ അവർ പറഞ്ഞുതരും. സോ അതുപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതുക, കംപ്ലൈൻ്റ് ആയിട്ട് എഴുതിയിട്ട് മെൻഷൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വന്ന ആ നഷ്ടം വന്ന എത്ര രൂപയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓവർ ചാർജ് ചെയ്ത് എത്ര രൂപയാണോ ആ 5 രൂപ 50 പൈസ എനിക്ക് തിരികെ തരണം. കൂടാതെ അവിടെ നിന്നും ഞാൻ എൻ്റെ കൂട്ടുകാരനോടെ പോയി അവൻ്റെ മുമ്പിൽ നിന്ന് എന്നെ അപമാനിച്ചു, ഒന്നാമത്തെ കേസ്. പിന്നെ അവിടെ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ അപമാനിച്ചു. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. കാരണം അവിടെ ഓവർ ചാർജ് ചെയ്തതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്തൊരു റെസ്പോൺസാണ് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടും. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് 56-70 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് അങ്ങോട്ട് വൺ സൈഡ് മാത്രം ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിക്കുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും റെസ്പോണ്ട് ചെയ്യണം. ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം അവർ ഇതേപോലെ തന്നെ വേറെ ആളുടെ അടുത്തും ചെയ്യും. സോ ആദ്യം അത് മെൻഷൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ടും
നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്തതിനും അപമാനിച്ചതിനും എല്ലാത്തിനും കൂടി ഒരു കോമ്പൻസേഷൻ എമൗണ്ട് നിങ്ങളുടെ ഒരു യുക്തിപരമായിട്ട് നിങ്ങൾ ചിന്തിച്ച് ഇവിടെ ഒരു കോമ്പൻസേഷൻ എമൗണ്ട് എഴുതുക. അത് ഫസ്റ്റ് കേട്ടോ. കോമ്പൻസേഷൻ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, എന്നാലും അത് 1 ലക്ഷം രൂപേൻ്റെ അല്ല 2 ലക്ഷം രൂപയുടെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട. ഇവിടെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റായിട്ടുള്ള കൺസ്യൂമർ കോടതി പോയാൽ മതി. അല്ലെങ്കിൽ എമൗണ്ട് കൂടുന്നതനുസരിച്ച് അതിപ്പോൾ 1 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ എമൗണ്ടിന് ഇതില്ല കേട്ടോ. കാരണം 1 രൂപയാണെങ്കിലും അത് 1 രൂപ ഓവർ ചാർജിങ് ആണ്. അത് കൺസ്യൂമർ ആക്ട് പ്രകാരം അത് തെറ്റാണ്, ലീഗൽ മെട്രോളജി ആക്ട് പ്രകാരവും അത് തെറ്റാണ്. സോ ഇതിന് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യാം. ആദ്യം അത് എഴുതിയിട്ട് ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ മെൻഷൻ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കോടതി ചിലവിനായിട്ടുള്ള എമൗണ്ട് ഒരു 20,000 25,000 രൂപ അത് മെൻഷൻ ചെയ്യാം. പിന്നെ 4ാമത്തെ കേസിൽ മെൻഷൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ വക്കീൽ നോട്ടീസ് അയക്കാൻ വേണ്ടി വന്ന് നമുക്ക് ചാർജില്ലേ, ആ ചാർജ് അതിൽ മെൻഷൻ ചെയ്യാം. ഇതൊരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, പക്ഷേ നിങ്ങൾക്ക് ന്യായം എന്തായാലും കിട്ടും. കാരണം നിങ്ങളുടെ അടുത്ത് നിന്ന് ഓവർ ചാർജ് ചെയ്ത പൈസയും കോമ്പൻസേഷനും തരാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ്. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് കംപ്ലയിൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇഷ്യൂ ആയിട്ടോ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകില്ല. സോ ഇത് വരാൻ കാരണം തന്നെ അവരാണ്. അവർ മൂലമാണ് നമ്മളിത് കംപ്ലയിൻറ്റ് ചെയ്യാനും നമുക്കിങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാനും കാരണം. സോ അതിന് ഉത്തരവാദി ആരാണ്? അവർ തന്നെയാണ് അതിന് ഉത്തരവാദി. സോ അതിനെതിരെ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതെല്ലാം മെൻഷൻ ചെയ്യുക. അതിന് നിങ്ങളുടെ അത് മെൻഷൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ അയച്ച ഒരു കംപ്ലയിൻറ്റ് അയച്ചിട്ടുണ്ടാവുക ഒരു ട്രാക്കിംഗ് റെക്കോർഡ് ഉണ്ടാവണം. പോസ്റ്റലിൻ്റെ ട്രാക്കിംഗ് റെക്കോർഡ് നമ്മുടെ അടുത്ത് എന്തായാലും ഉണ്ടാവണം. നമ്മൾ അയച്ചതിൻ്റെ ട്രാക്കിംഗ് റെക്കോർഡ് ഉണ്ടാവണം. പിന്നെ നമ്മൾ കഴിച്ചതിൻ്റെ ഫുഡിൻ്റെ ബില്ലിൻ്റെ കോപ്പി എന്തായാലും ഉണ്ടാവണം. പിന്നെ വേണ്ടത് നമുക്ക് എവിടെ നിന്നാണോ ആ ഇൻസിഡൻറ്റ് ഉണ്ടായ സ്ഥലത്തിൻ്റെ പ്രൂഫ്. പിന്നെ ഒരു കാര്യം എന്തായാലും മെൻഷൻ ചെയ്യാണ്ട് ഒരിക്കലും ക്യാഷായിട്ട് കൊടുക്കരുത്, ഡിജിറ്റൽ പേയ്മെൻറ്റ് തന്നെ ചെയ്യുക. എന്നാലേ നമുക്ക് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള പ്രൂഫ് ഉണ്ടാവുള്ളൂ. ഇതാണ് ഞാൻ ചെയ്ത ഡിജിറ്റൽ ഇതിൻ്റെ പ്രൂഫ് കോപ്പിയായിട്ട് എടുത്തിട്ടുള്ളത്. അത്ര മതി. പിന്നെ വേണ്ട, പിന്നെ വേറൊന്നും മെയിനായിട്ടില്ല. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി വേണം, ഐഡൻറ്റിറ്റി പ്രൂഫ് വേണം. പിന്നെ ആ റിട്ടേൺ കംപ്ലയിൻറ്റ് മസ്റ്റാണ്. ആ റിട്ടേൺ കംപ്ലയിൻറ്റ് എടുത്ത് വെക്കാം. ഇത്രേ ഉള്ളൂ. ഇത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ 15 ദിവസം കൊണ്ട് ഫയലായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അവർ തന്നെ പറയും. നമ്മൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും. അപ്പോൾ ഇപ്പം ഞാൻ കൊടുത്തിട്ട് ഇപ്പോൾ 12 ദിവസമായുള്ളൂ. ഞാൻ ഈ ഇടയ്ക്ക് വിളിച്ച് നോക്കിയിരുന്നു. അപ്പോൾ അവിടെ പ്രസിഡൻറ്റ് ലീവായിരുന്നു. അപ്പോൾ ഒരു 15 ദിവസം കൂടി എക്സ്ട്രാ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് കോൺടാക്റ്റ് നോക്കുക. നമുക്ക് ഹിയറിങ്ങിന് പോകേണ്ടി വരും, കോടതി ചിലവുകളുണ്ടാവും. അതെല്ലാം നമ്മൾ മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം നമുക്ക് വന്ന ഒരു ഇഷ്യൂനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ചെയ്തൊരു തെറ്റാണ്, അത് തെറ്റായിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അത് നാളെ വേറൊരാൾക്കും വരാം. അത് നിങ്ങൾ കാരണമായിരിക്കും വേറൊരാൾക്ക് വരിക. സോ അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. സോ മാക്സിമം നമ്മളെക്കൊണ്ട്, അതായത് മറ്റൊരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് കാണിച്ചു കൊടുത്ത് അത് തിരുത്താനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾക്ക് ഇത് ചെയ്യാതെ അല്ലെങ്കിൽ ആ അവസരം വരാണ്ടിരിക്കുകയുള്ളൂ. സോ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തള്ളിക്കളയാണ്ടിരിക്കുക, ഇടപെടുക. കാരണം നമ്മൾ വളരുന്ന ഒരു സൊസൈറ്റിയിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ശരിക്കും അവർക്ക് അവിടെ ഉണ്ട്. GST നിയമപ്രകാരം പറയുന്നുണ്ട് ഓവർ ചാർജ് നിങ്ങൾക്കിപ്പോൾ CGST SGSTയും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എടുക്കാമെന്ന് എന്ന് പറയുന്നുണ്ട്. പക്ഷേ MRP ഉള്ളൊരു പ്രൊഡക്റ്റിന് ഒരിക്കലും എടുക്കാൻ പാടില്ല. 1 രൂപയാണേലും അത് ഓവർ ചാർജിങ് ആണ്. 68 രൂപ MRP ബില്ല് അടിച്ചിരിക്കുന്ന പ്രൊഡക്റ്റിന് 68.50 പൈസ പോലും കൂട്ടി വാങ്ങാൻ പാടില്ല എന്നാണ്. സോ ഇങ്ങനെയുള്ള അതായത് ഇങ്ങനത്തെ ഇല്ലീഗലായിട്ടുള്ള നിയമപ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ വിട്ട് കളയരുത്. കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയൊരു കാരണം മൂലം മറ്റൊരാൾക്കും അത് തന്നെ ഉണ്ടാവും. നിങ്ങളത് തിരുത്തി കഴിഞ്ഞാൽ മറ്റൊരാൾക്കത് ഉണ്ടാവാണ്ട് നോക്കാം. സോ ബി കെയർഫുൾ, മാക്സിമം റിയാക്ട് ചെയ്യാൻ നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സില്ലിയായിട്ട് വിട്ട് കളയരുത്. ഓക്കെ.